ദുരന്ത മേഖലയിലെ പ്രത്യക്ഷ സേവനം അവസാനിപ്പിച്ചെങ്കിലും സേവനം തുടർന്ന് സേവാഭാരതി. പുനരധിവാസത്തിന് ശേഷം വാടക വീടുകളിലും മറ്റിടങ്ങളിലും എത്തിയ ആളുകൾക്ക് ഇപ്പോഴും തണലാകുകയാണ് സേവാഭാരതി പ്രവർത്തകർ. മേപ്പാടി അമൃതാനന്ദമയി മഠം ക്യാമ്പാക്കിയാണ് സേവാഭാരതിയുടെ പ്രവർത്തനം. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ ആദ്യ ദിവസം മുതൽ സേവാഭാരതിയുടെ പ്രവർത്തനമുണ്ടായിരുന്നു. തെരച്ചിലിന് ഒപ്പം നിന്നും ദുരന്തഭൂമിയിൽ ഭക്ഷണം എത്തിച്ചും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് വസ്ത്രങ്ങൾ എത്തിച്ചും സേവാഭാരതി മാതൃകയായി. സേവാഭാരതിയുടെ പ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. പുനരധിവാസത്തിന് ശേഷം വാടക വീടുകളിൽ അഭയം പ്രാപിച്ചവർക്കടക്കം സേവാഭാരതിയുടെ സേവന പ്രവർത്തനം തുടരുകയാണ്. ഇപ്പം വീടുകളിൽ കയറി ഇറങ്ങുകയാണ്. ഓരോരുത്തരും എന്തൊക്കെയാണ് അവരുടെ അവസ്ഥ, അവർക്ക് എന്തൊക്കെയാണ് മുന്നോട്ട് ജീവിക്കാനുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, അതൊക്കെ സേവാഭാരതി ചെയ്തു കൊടുക്കും. ഒരു പരിധി വരെ എല്ലാം ചെയ്തു കൊടുക്കും. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാം നോക്കുന്നുണ്ട്, മുന്നൊരുക്കങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഇതുവരെ പുഞ്ചിരിമട്ടവും പിന്നെ ചുരൽമലയായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു പ്രദേശത്തായിരുന്നു സേവനം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതൊന്ന് മാറി പിന്നെ ക്യാമ്പിൽ നിന്ന് മാറിയ വീടുകളിലേക്കും പിന്നെ വാടക വീട്ടിലേക്കും ഒക്കെ അല്ലേ മാറിയത്. അവിടേക്കൊക്കെ മാറിയ ആളുകളുടെ വീട്ടിലൊക്കെ പോയി അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അവരുടെ വീടുകളിൽ പോയി അവരുടെ ദുഃഖങ്ങളും അതേപോലെ തന്നെ അവിടെ വേണ്ട ആവശ്യം ഉള്ള സാധനങ്ങളും അവരുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ എത്തിപ്പെടുകയാണ്. അവരുടെ ദുരന്തങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഇനി അവർക്ക് എന്ത് വേണം എന്നുള്ളത് ചെയ്യുന്നതിന് വേണ്ടി മുന്നോട്ട് ഇറങ്ങിയിട്ടാണ് ഇപ്പോൾ ഈ മുഴുവൻ വീടുകളിൽ നമ്മൾ കേന്ദ്രീകരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. ആവശ്യമായ തുണികൾ, ഭക്ഷണത്തിന് വേണ്ട ക്രമീകരണങ്ങൾ, വീടുകളിലേക്ക് വേണ്ട മറ്റു സാധനങ്ങൾ എന്നിവയെല്ലാം സേവാഭാരതി പ്രവർത്തകർ സ്ഥലത്തെത്തിക്കും. സേവാഭാരതിയുടെ ക്യാമ്പ് ഓഫീസിൽ എത്തുന്നവർക്ക് നേരിട്ട് വാങ്ങുകയും ചെയ്യാം. നമുക്ക് എല്ലാ പ്രവർത്തനവും തന്നിട്ടുണ്ട്. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും തന്നിട്ടുണ്ട്. ഡ്രസ്സായാലും കിച്ചൺ ഐറ്റംസ് ആണെങ്കിലും എല്ലാം തന്നിട്ടുണ്ട്. വളരെയധികം നല്ല അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ മേപ്പാടി കേബിൾ റോട്ടിലൊരു വീട്ടിൽ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഇപ്പോൾ 3-4 ദിവസമായി താമസം തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് ആ വീട്ടിലേക്കുള്ള എല്ലാ ആവശ്യ സാധനങ്ങളും നമുക്കിപ്പോൾ സേവാഭാരതിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ തുടരുന്ന സേവനം തുടർന്നും ഉണ്ടാകുമെന്നാണ് സേവാഭാരതിയുടെ ഉറപ്പ്. ജനം, വയനാട്.